ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ വചനം ലഭിക്കുവാൻ, ജീവനുള്ള വചനം, ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണെന്ന് ഈശോ പറഞ്ഞു. ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾക്ക് ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞു. ആത്മാവ് കൊണ്ട് നമ്മൾ ജീവനുള്ളവരാകുവാൻ, സജീവരാകുവാൻ, അതുപോലെ വിശുദ്ധരായി തീരുവാൻ ഇന്നത്തെ ഈ തിരുവചന ശ്രവണം നമുക്ക് അനുഗ്രഹപ്രദമായി മാറുവാൻ നമ്മുടെ കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിക്കൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ ദീപികാർണിനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഭാവിയായ എൻ്റെ അതിരത്തിലൂടെ അവിടുന്ന് സംസാരിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, തിരുഹിതം നിറവേറ്റുവാൻ കർത്താവേ ശക്തിപ്പെടുത്തണമേ. ഈ മക്കൾക്ക് ആവശ്യമായത്, എനിക്കും ആവശ്യമായത് അവിടുന്ന് എനിക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്ക് തിരുവചനം ശ്രവിക്കാം. സാവൂളിന്റെ മാനസാന്തരം നിന്നുകൊണ്ട് തന്നെ ശ്രവിക്കാം. തിരുവചനമാണ്, അത് കഴിഞ്ഞ ശേഷം ഇരിക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീപുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? ദൈവസ്വരമാണെന്ന് സാവൂളിന് മനസ്സിലായി. ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാൻ സ്തബ്ധനായി നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്. അവൻ വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഇർജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു. അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രഭുക്കന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെറുമ്പല് പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യരോടുകൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ?
ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്കിരിക്കാം. ഇന്നത്തെ ദിവസം നമുക്കറിയാം, വിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് സഭയിൽ. അതുകൊണ്ടാണ് ഈ വായന. കർത്താവ് അച്ഛനിലൂടെ ഇപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരുടെ തിരുനാളാണ്. നമ്മുടെ ആരാധനാ വത്സരം പ്രമാണിച്ച് ആഘോഷിക്കുകയാണ് സഭയിൽ. തീർച്ചയായിട്ടും അവർ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്കൊന്ന് ചെറുതായിട്ട് ശ്രമിക്കാം. മുഴുവനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഇതിനൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സമയപരിധിയുണ്ട്, എന്റെ പോരായ്മകളുണ്ട്. അതുകൊണ്ട് കുറവുകൾ വരും. നമുക്ക് ലഭിക്കുന്ന അത്രയും ജ്ഞാനം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാവൂൾ എന്ന വ്യക്തിയെ നമുക്കറിയാം. പിന്നീട് പൗലോസായി മാറിയ, കർത്താവ് വേറൊരു നാമം നൽകി പൗലോസാക്കി മാറ്റിയ ആ പഴയ സാവൂള്, ക്രിസ്തു ശിഷ്യന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂള് എല്ലാവർക്കും അറിയാം. എന്നാൽ കർത്താവ് തന്റെ തെരഞ്ഞെടുപ്പിലേക്ക് ആ മകനെ കൊണ്ടുവന്നു. വിസ്മരണീയമായി സൃഷ്ടിക്കപ്പെട്ടവനെ കർത്താവ് ജന്മനാ തന്നെ നിശ്ചയിച്ചു വെച്ചിരുന്നതാണ്. കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ കർത്താവ് പൗലോസാക്കി മാറ്റുകയാണ്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മളിവിടെ വായിച്ചു കേട്ടത് വെച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവിന്റെ സ്വരം കേൾക്കുവാൻ ആ മകന് ഇടയായി. പക്ഷെ ആ സ്വരം കേട്ടത് എപ്പോഴാണെന്നറിയാം? തന്റെ അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്തു നിന്നും താഴെ വീഴുന്ന ഒരവസ്ഥയുണ്ടായി. ആ താഴെ വീണ് കിടക്കുന്ന അവസ്ഥയിൽ അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ആ അവസ്ഥയിലാണ് അതൊരു വലിയൊരു ദുരന്തം സംഭവിച്ചു. ആ ദുരന്തത്തിന്റെ കൂടെ ഒരു സ്വരവും കേട്ടു. കർത്താവ് കൂടെയുള്ളവനാണ് എപ്പോഴും. നമ്മളിവിടെ തിരിച്ചറിയുക. ഏത് പ്രതിസന്ധി, എന്ത് നമ്മളെ ഒരു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയുന്ന ആ സന്ദർഭങ്ങളിലാണ് കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. ഇത് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് സാവൂൾ ഇപ്രകാരം നിലവിളിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നറിയാവുന്ന സാവൂള് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ യഥാർത്ഥ കർത്താവ് പറഞ്ഞു, ആകയാൽ യേശു കർത്താവാകുന്നുവെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, കർത്താവേ അങ്ങ് ആരാണ്? ആ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. ഇപ്പോഴല്ല. 3 ദിവസം യാത്ര ചെയ്ത് 3 ദിവസം വിശപ്പ് കിടന്ന് ഒന്നും കാണാത്ത ഒരു ദൗർഭാഗ്യ അവസ്ഥയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ആ 3 ദിവസം, ആ 3 ദിവസത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സഭ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്കും പോകുന്നില്ല. ആ 3 ദിവസം വളരെയധികം കർത്താവിന്റെ അരികില് വിലപിച്ച് പ്രാർത്ഥിക്കുവാനിടയായി സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ട് ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. കുതിരപ്പുറത്ത് വലിയ അഹങ്കാരത്തോടുകൂടി, വലിയൊരു സേനാധിപനാണ്, തന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നറിയാം എന്ന് വീമ്പടിച്ചുകൊണ്ടിരുന്ന സാവൂള് ഇവിടെ നോക്കുക, മറ്റൊരാളുടെ ആശ്രയത്തോടുകൂടി കൈക്ക് പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. പക്ഷെ ഉപവസിക്കുകയായിരുന്നിരിക്കാം, പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം. അനനിയാസ് എന്ന പേരായ ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് ഇതേ സമയം അനനിയാസിനോട് സംസാരിച്ചു, ദമാസ്കസിലെ നീ ചെന്ന് അവിടെ സാവൂൾ എന്നൊരു പേരായ ഒരു മനുഷ്യൻ വരും, അവന്റെ ശിരസിൽ നീ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം, അപ്പോൾ അവന് സൗഖ്യമുണ്ടാകണം. ഇത് ദൈവാശ്രയത്തിലേക്ക്, കർത്താവ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങളിലേക്ക്, ഇത് കർത്താവ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്റെ സഭയിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം.
കർത്താവിന് ചെയ്യാമെന്ന കാര്യങ്ങൾ കർത്താവിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷിക്തരിലൂടെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. കർത്താവിന്റെ അഭിഷിക്തരിലൂടെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുടെ അരികിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ആത്മീയാന്തതയായിരിക്കാം ഒരുപക്ഷെ, നമ്മളെ വിശ്വാസത്തിലെ കുറവായിരിക്കാം, പല രീതിയിലുള്ള ദൗർഭാഗ്യങ്ങളിൽ നിന്ന് എണ്ണപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇവയിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. തിരുസ്വരം കേൾക്കുവാൻ വേണ്ടി കർത്താവ് നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. സാവൂൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടത് ദൈവസ്വരം കേട്ടപ്പോഴാണ്. അവൻ പീഡിപ്പിക്കുന്ന യേശുവാണെന്ന് കേട്ടുകഴിഞ്ഞപ്പോഴാണ്. അതുവരെ അത് സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥയില് യേശു ആരാണ് എന്ന് നമുക്ക് കർത്താവ് ഒരു ഉത്തരം ഇവിടെ ഒരു വലിയ സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീഴ്ചയിൽ എഴുന്നേൽപ്പിക്കുന്നവനായ കർത്താവ്, അന്ധതയിലായിരിക്കുന്ന നമുക്ക് കാഴ്ച തരുന്ന കർത്താവ്, ദൗർഭാഗ്യമെന്ന് എണ്ണിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സൗഭാഗ്യമാക്കി മാറ്റുവാൻ പ്രാപ്തനായ ശക്തനായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ വന്നെത്തിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും നിരാശരാകണ്ട. കടന്നു വന്നിരുന്നതൊന്ന് ഉള്ളുകൊണ്ടൊന്ന് ഹൃദയത്തിലൊന്ന് സന്തോഷിച്ചു നിരുന്നാൽ മാത്രം മതി. വന്ന അവസ്ഥയിലല്ല നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോവുക. കാരണം ആരുടെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്? ശക്തനായവന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ് അവൻ വിളി കേട്ടു. ഒരു സംഭവം മൂലം എത്ര പേരെ കർത്താവ് വിളിക്കുന്നു? സാവൂളിനെ മാനസാന്തരപ്പെടുത്തി പൗലോസ് ആക്കുണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ കർത്താവ് ഉണർത്തുന്നുണ്ട്. അനനിയാസിനെ വിളിക്കുകയാണ്. അവൻ വിളി കേട്ടു, കർത്താവേ ഇതാ ഞാൻ. പ്രത്യുത്തരം കൊടുത്തു, കർത്താവേ ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഇർജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവിടെ ചെന്ന് നീ അന്വേഷിക്കണം. ഈ പറഞ്ഞ വ്യക്തിയെ അന്വേഷിക്കണം. ദൈവസ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പല കാര്യങ്ങൾ പറയും. ഇന്നത് ചെയ്യണം. തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്റെ അരികിലേക്ക് നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കടന്നു വരുന്നു. അനേകർ വരുമെന്ന് കർത്താവിന്റെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുക. ഭാരപ്പെട്ട ഹൃദയങ്ങളുമായിട്ട് വരുന്നവരെ ആശ്വസിപ്പിച്ച് വെറും ആശ്വാസവാക്കുകൾ പറഞ്ഞു വിടുകയില്ല. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് നമുക്ക് തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എങ്ങനെയെന്ന് ചോദിക്കാതെ കണ്ട് സാവൂളിനെ കൊണ്ടുപോവുകയാണ്. യൂദാസിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തർസോസുകാരനായ സാവൂളിനെ. അവന്റെ മേൽ കരം വെച്ച് അന്വേഷിച്ച് സൗഖ്യപ്പെടുത്തേണ്ടിയ അനനിയാസിനോട് കർത്താവ് പറയുകയാണ്, നീ അവിടെ ചെന്ന് അവനെ അന്വേഷിക്കണം. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സാവൂൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായി. പ്രാർത്ഥിക്കുന്ന മക്കളെ കാഴ്ച കിട്ടേണ്ട സാവൂളിനും ഇതേ അനുഭവം ഉണ്ടാകുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് സാവൂളിനും അനുഭവം ഉണ്ടാകും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് അനനിയാസിനും വെളിപ്പെടുത്തൽ കിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണമെന്ന്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് കർത്താവിനറിയാം. ഇതാ കർത്താവേ നിന്റെ ദാസൻ ദാസി എന്ന് ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ കേട്ടിരുന്ന് പറയുവാൻ സാധിച്ചാൽ കർത്താവ് നമ്മളെ സഭയുടെ ഉണർവുള്ള സഭാ ശുശ്രൂഷകരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. വന്ന പോലെയല്ല, ഉത്തരവാദിത്തത്തോടുകൂടി. ഇത്രയും കാലം ചെയ്ത ഉത്തരവാദിത്തമല്ല. ഇത്രയും കാലം മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയ കർത്താവ് നമ്മളെയും മനുഷ്യരെ പിടിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ വേണ്ടി കർത്താവ് നമ്മളെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനൊരു പദ്ധതിയുണ്ട്, കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് ക്ഷേമത്തിന്റെ പദ്ധതിയാണ്, നാശത്തിന്റെ പദ്ധതിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ ചെയ്യുന്നവനായ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സജ്ജരാക്കുകയാണ്. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ദർശനം കൊടുത്തു. അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ അത്ര തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അനനിയാസ് കർത്താവിനോട് തർക്കിക്കുകയാണ്. ഇവൻ നമ്മുടെ ജനത്തെ പീഡിപ്പിച്ചവനല്ലേ, ഞാൻ അവനെ സൗഖ്യപ്പെടുത്താൻ പോകണമോ? ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവൻ പണ്ട് അങ്ങനെ ജീവിച്ചവനാണ്. ഇന്നലെ വരെ അവൻ അങ്ങനായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും ചില ശുശ്രൂഷകർ പോലും വിധി എഴുതാറുണ്ട്. എന്നാൽ സത്യ ശുശ്രൂഷകർ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ ബോധിപ്പിക്കുകയാണ്.
പ്രാർത്ഥനാനുഭവത്തിലേക്ക് എളിമയോടെ താഴ്മയോടെ വന്നിരിക്കുന്നവരോട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവിനോടാണ് ചോദിച്ചത്. അനനിയാസ് പറഞ്ഞ, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പുറം ലോകം പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ അറിയത്തില്ലായിരിക്കാം. ഈ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റണം. കർത്താവിന്റെ സന്നിധിയിൽ വല്ലവരും പറഞ്ഞത് കേട്ടിട്ടല്ല. ഇന്നലെ വരെ അവസരപ്പച്ചൻ എങ്ങനായിരുന്നുവെന്നല്ല. ഇന്ന് എന്താണ് എന്നോടിന്ന് കർത്താവ് എന്ത് പറയുന്നു? ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ദിവസം എന്നൊന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് എന്നോട് പറയുന്നത് ചെയ്യുവാനാണ് എന്നെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്നും അവൻ സമ്പാദിച്ചിരിക്കുന്നു. ശരിയാണ്, ഇത് വാസ്തവമാണ്. എഴുത്ത് മേടിച്ചുകൊണ്ട് നടക്കുന്ന സാവൂളാണിവൻ. ആ മേടിച്ചുകൊണ്ട് പോയ സന്ദർഭത്തിലാണ് കർത്താവ് പിടിച്ചത്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക. അനനിയാസിനോട് പറഞ്ഞു, നീ തർക്കിക്കണ്ട, പഴയ കാര്യങ്ങളൊന്നും നീ ഓർക്കണ്ട, നിന്നോട് പറയുന്നത് നീ ചെയ്യുക, നീ പോവുക. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടുവന്ന മക്കളാണ് നമ്മളെല്ലാം. നമുക്കെല്ലാവർക്കും കർത്താവ് ഒരു ഉത്തരവാദിത്വം തരുന്നുണ്ട്. അതിന് നോ പറയുവാനല്ല, ഇതാ കർത്താവേ നിന്റെ ദാസൻ, ഇതാ ഞാൻ ശ്രവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം. എനിക്കിതിന് കഴിവില്ല എന്നല്ല, എനിക്ക് പ്രഭാഷണം നടത്തുവാനുള്ള കഴിവില്ല. അഭിഷിക്തൻ എന്നോട് പറഞ്ഞു, കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും അച്ഛന്റെ കൂടെ ചിലയിടത്തൊക്കെ പോയി വചന സന്ദേശം കൊടുക്കുന്നതും എന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല. അച്ഛന്റെ കൂടെ അനുഗ്രഹിച്ച് ആശീർവാദം ഉള്ളപ്പോൾ മാത്രം, തിരുസന്നിധിയിൽ ആ ദിവികാരുണ്യനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വചനം ലഭിക്കുക. അത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, കർത്താവിന്റെ പ്രവർത്തനത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്ന് മാത്രം. അതാണ് അവനെ ഒരു പാത്രമാക്കി മാറ്റുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഇതുപോലെ പാത്രമാക്കി മാറ്റുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നീ നോക്കാതെ എന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് പറഞ്ഞു. എന്നോട് ഇതുപോലെ ഞാൻ പലപ്പോഴും സാഹചര്യം നോക്കും. എന്നെ കുറിച്ച് എന്ത് പറയും, എന്റെ നാട്ടിൽ എന്ത് പറയും? ശരിയാണ്, എന്റെ പഴയകാല ജീവിതമല്ല. എന്നെ കുറിച്ച് അതുപോലെ പറയുന്ന മക്കൾ ഉണ്ട്. അത് കേട്ടുകൊണ്ട് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള എനിക്കുള്ള അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ പരാജിതനായി. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാകാത്തത്. അഭിഷിക്തൻ പറയുന്നു, അവസരപ്പച്ചൻ നിന്ന് വചനം പറയണമെന്ന് പറഞ്ഞാല് ആമേൻ. എനിക്കറിയാം, ഒരു സത്യം എനിക്കറിയാം. ഇവിടെ കയറി നിൽക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടില്ല. നൈറ്റ് വിജിലിന് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം ഒരുങ്ങിയില്ല. എന്നാൽ ഓരോ ദിവസത്തേക്കിനുള്ളത് ഇവിടെ കയറി വരുമ്പോൾ കർത്താവ് തരുന്നതാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സകല മഹത്വം കർത്താവിന് കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു പാത്രമാണ്, അവനെ ഞാനൊരു പാത്രമാക്കും. എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. സഹനം വരാൻ പോകുന്നു. പൗലോസിന് കർത്താവിന്റെ നാമത്തെ പ്രതി പ്രഘോഷിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും പൗലോസ് തീരുമാനമെടുക്കുന്നില്ല. കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് കർത്താവ് വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട്. നിന്റെ ബലഹീനതയാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നതെന്നുള്ള കർത്താവിന്റെ തിരുസ്വരം. നിനക്ക് എന്റെ കൃപ മതി എന്നുള്ള സ്വരം. എത്രമാത്രം സഹിച്ചു എന്ന് നമുക്കറിയാം. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എത്രമാത്രം സഹിച്ചു. ഒന്ന് കുറയാതെ 40-39 അടി വീതം മേടിച്ചവനാണ്. ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിടത്ത് കിടന്നുകൊണ്ട് കൈത്താളങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു. അവിടെ അനേകർക്ക് സാക്ഷ്യമായി മാറി. കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചപേക്ഷിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. ഇടിമുഴക്കം പോലെ ഭൂകമ്പമുണ്ടായി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. അപ്രകാരം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നോക്കണ്ട. കർത്താവ് ശക്തനായവൻ ഇവിടെ നമ്മുടെ മുമ്പേ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്. അതാരെയും ശിക്ഷിക്കുവാനല്ല, സ്നേഹിക്കുന്ന കർത്താവ് നമ്മളെ മാറോടണച്ചു പിടിക്കുകയാണ്. എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു,
കർത്താവിനോടാണ് സംസാരിച്ചത് അനനിയാസ് കേട്ടോ, ലോകത്തോട് ചോദിച്ചില്ല. അവൻ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഞാൻ പോകണമോ വേണ്ടോ. കർത്താവിന്റെ അഭിഷിക്തൻ പറയുമ്പോൾ നമ്മളത് ആമേൻ പറയുക. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് അഭിഷിക്തരിലൂടെയാണ്. സഭയ്ക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. വചനത്തിന്റെ വ്യാഖ്യാനം കർത്താവ് സഭയ്ക്കാണ് കൊടുത്തിരിക്കുക. എന്റെ ഇഷ്ടം പോലെ പറയാൻ വേണ്ടിയല്ല. കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ. നോക്കുക, അനനിയാസ് എന്താണ് വിളിച്ചത്? സഹോദരനായ സാവൂൾ. ഇന്നലെ വരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മക്കളെ, ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളിനെ അനനിയാസ് വിളിച്ചെന്താണ്? ദൈവസ്വരം കേട്ട് കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, മനുഷ്യരുടെ സ്വരമല്ല കേട്ടോ, കർത്താവിന്റെ സ്വരം കേട്ടപ്പോൾ വിളിക്കുകയാണ്, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സമാധാനം ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല ഞാൻ തരുന്നത്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ ജ്ഞാനത്തിലേക്ക് വഴിതെളിക്കും. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്. യഥാർത്ഥ സമാധാനം, യഥാർത്ഥ ജ്ഞാനം തരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും. അതിനാൽ നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജതമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ചു. ഈ ഭക്ഷണം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഭക്ഷണമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഭക്ഷിച്ചുകൊണ്ട് അവൻ കാഴ്ച ലഭിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ആത്മീയാന്തത ബാധിച്ച ശിഷ്യന്മാരുടെ കണ്ണു തുറന്നില്ലേ? അതുപോലെ ശാരീരികമായ ഭൗതികമായ കാഴ്ചയായിരിക്കാം ഒരു പക്ഷേ, ആയിക്കൊള്ളട്ടെ. എന്തും കർത്താവിനൊന്നും അസാധ്യമല്ല. അവൻ ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ യേശുവിന്റെ മാർഗം കൂടുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവോളെ വിളിച്ചു പറയാൻ തുടങ്ങി. യേശു ദൈവമാണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മാനസാന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. വെറുതെ ലൗകികമായ കുറച്ച് ഭൗതികമായ കുറെ നന്മയല്ലല്ലോ, മാത്രമല്ലല്ലോ നമ്മൾ ആകാംക്ഷിക്കുക. എന്തെല്ലാം ലഭിച്ചാലും സത്യാത്മാവിനെ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരായിട്ട് മാറണം. കൊടുക്കുവാൻ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ആത്മാവിന്റെ അഭിഷേകത്തിലും തുളുമ്പുന്നവരായിട്ട് മാറണം. തുളുമ്പി ഒഴുകുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ തരണമേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടനെ അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥനാക്കി പുരോഹിത പ്രഭുക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഇവൻ വന്നിരിക്കുന്നത്? സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച്, മനുഷ്യർ പറയുന്നതൊന്നും കേൾക്കാൻ പോയില്ല, കൂടുതൽ ശക്തി ആർജിച്ചു കർത്താവിന്റെ സന്നിധിയിൽ. മനുഷ്യരെന്തും പറഞ്ഞുകൊള്ളട്ടെ, അതല്ല പിന്നീട് സാവൂൾ കേൾക്കാൻ തുടങ്ങിയത്. കർത്താവിന്റെ സ്വരം കേൾക്കുവാൻ സാവൂൾ തന്നെ തന്റെ കാതുകളെ മാറ്റിക്കൊടുത്തു. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി, അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യഹൂദനായിരുന്ന സാവൂള് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവരോടൊപ്പം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ സാവൂള് തന്നെ ഇന്നിതാ തിരിഞ്ഞു നിന്നുകൊണ്ട് യേശുവാണ് ദൈവം, കർത്താവെന്ന് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ഉപകരണമാക്കി മാറ്റി. നമുക്ക് എഴുന്നേറ്റുന്നുണ്ട്, സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവിന്റെ ശിഷ്യന്മാരെ, കർത്താവ് ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശക്തിയെ ഉന്മൂലനം ചെയ്യുന്ന കർത്താവിന്റെ ശക്തി, വൻ ശക്തിയാണ് ഇവിടെ നിർഗളിക്കുക. ഹല്ലേലൂയ. ഈ അൽത്താരയിൽ നിന്നും സജീവനായ ദൈവം, ഉയർത്തെഴുന്നേറ്റ പിശാചിന്റെ തലയെ തകർത്തവനായ ദൈവമാണ് ഈ തിരുവോസ്തിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കർത്താവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം, സ്വർഗത്തിലെ ഭാഷയിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശു.